ഇപ്പം ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ പഴയ സിനിമകൾ കാണാൻ അത്ര ഇഷ്ടമല്ല. കാരണം ഒരു സീനിൽ കൂടെ അഭിനയിച്ച ആരും തന്നെ ഇപ്പം എൻ്റെ കൂടെ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ശങ്കർ സാറും അതേ ആ ഒരു ഏജിൽ തന്നെ കടന്നു വന്ന ആളാണ്. അപ്പം സാർ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ സിനിമകളൊക്കെ കാണുമ്പം സാറിന് മിസ്സിങ് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം നമ്മളതിൽ മിസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അതോട് ചേർത്ത് ഞാൻ ചോദിക്കുന്നു, ആരെയായിരിക്കും ഹു വിൽ യു മിസ് ദ മോസ്റ്റ്? ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നസീർ സാറിനെയാണ്, പ്രേം നസീർ സാറിനെ. ബിക്കോസ് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ കണ്ട് നമ്മൾ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും നസീർ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വളരെ പേടിച്ചൊക്കെയാണ് നമ്മൾ നിന്നത്. ബിക്കോസ് ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമയാണ് പടയോട്ടം. അപ്പോൾ ഈ പടയോട്ടം അനൗൺസ് ചെയ്തത് മഞ്ഞിലെറിഞ്ഞ പൂക്കളുടെ സിൽവർ ജൂബിലി ഫംഗ്ഷനിലാണ്. അപ്പോൾ അവിടെ വെച്ച് ഇത് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഷോക്കായി. ബിക്കോസ് ഞങ്ങളുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നവോദയ അനൗൺസ് ചെയ്യാണ് അടുത്ത പടം പടയോട്ടാണ്, ഫസ്റ്റ് 70mm ആണ്, വലിയൊരു ഹ്യൂജ് ക്യാൻവാസിൽ വരുന്നത്. അതിൽ നസീർ സാറിൻ്റെ ഒപ്പം നസീർ സാറിൻ്റെ മകനായിട്ട് അഭിനയിക്കാൻ പോകുന്ന മഞ്ഞിലെറിഞ്ഞ പൂക്കളുടെ ഹീറോ ശങ്കറാണ്. പിന്നെ എൻ്റെ പേരായിട്ട് വരുന്നത് പൂർണിമയാണ്. പിന്നെ മോഹൻലാലും ആ സിനിമയിലുണ്ട്. മമ്മൂക്കയൊക്കെ അവിടെ വെച്ചാണ് കാണുന്നത്, മമ്മൂട്ടിയുടെയും ആ സിനിമയിലുണ്ടായിരുന്നു. ഇതൊരു ഭയങ്കര ഷോക്കായിരുന്നു. ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ നസീർ സാർ അവിടെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ദൂരത്ത് പോയി നിൽക്കുകയുള്ളൂ. ബിക്കോസ് നമുക്ക് അത്രയും റെസ്പെക്റ്റാണ് അദ്ദേഹത്തിനോട്. അപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശങ്കർ ഇവിടെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് സാർ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ സാർ ഇല്ല നിൽക്കാം, ഇല്ലല്ലേ ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. പിന്നെ അദ്ദേഹം എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു, ഞാൻ ചെയ്യുന്ന സിനിമകൾ. അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പം അങ്ങനെ അവിടുന്ന് തുടങ്ങിയ ഒരു യാത്ര, ഞാനൊരു 10-12 സിനിമകൾ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചു. പിന്നെ അതിലുപരി ഞാനൊരു 41 days അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യാത്ര പോയി അമേരിക്കയിൽ. അതൊരു സ്റ്റാർ നൈറ്റ് ഒരു ഷോ നടന്നു. അതിൽ നസീർ സാർ ഉണ്ടായിരുന്നു, മേനക ഉണ്ടായിരുന്നു, പിന്നെ നദിയ മൊയ്തു ഉണ്ടായിരുന്നു, പപ്പുവേട്ടൻ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 41 days ഒരു ഫാമിലി മാതിരിയാണ്. നമ്മൾ സിനിമ വിട്ട് ഒരു വേറെ ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മൾ വിട്ടു പോയപ്പോൾ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിരിക്കുന്ന മാളച്ചേട്ടനാണ്. ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് മാള ഒരുപാട് സിനിമയിൽ ടോപ്പിൽ കയറി നിൽക്കുന്ന ആക്ടറായിരുന്നു. ജഗതിച്ചേട്ടനുണ്ട്, പപ്പുവേട്ടനുണ്ട്, പക്ഷെ മാള ഇങ്ങനെ കയറി വരുന്നൊരു സമയം. അപ്പോൾ എൻ്റെ മിക്കവാറും സിനിമകൾ മാളയുണ്ട്, മാള അരവിന്ദൻ. അപ്പോൾ അയാൾ വരുമ്പോൾ പറയുമ്പോൾ ശങ്കർ മാള എന്നിങ്ങനെ പറഞ്ഞ് നടക്കും. ഒരു വലിയ ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. എവിടെ വന്നാലും അങ്ങനെ കുറച്ച് ആളുകളുണ്ട് നമ്മൾ മിസ് ചെയ്യുന്ന. മാളച്ചേട്ടൻ, അതുപോലെ MG സോമൻ. സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാൾ വേറെ ഇല്ല. അങ്ങനെയായിരുന്നു MG സോമൻ. പുള്ളിയെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്.